എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. SLC +1 +2 റിസൾട്ട് 2024 +1 അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, ഇംപ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴാണ്, റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി ഈ ഒറ്റൊരു വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. SLC +1 +2 റിസൾട്ട് 2024. അപ്പം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു കാര്യം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികളിൽ 100 പേർ വീഡിയോ കണ്ടാൽ 10 പേർ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. SLC വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ കാര്യം നമുക്ക് ആദ്യം എടുക്കാം. +1 അലോട്ട്മെൻറ്റ് എപ്പോഴാണ്? +1 അലോട്ട്മെൻറ്റ് നിങ്ങളുടെ SLCയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് ഏതാണ്ട് ഒരാഴ്ചക്കകം ആണ് +1 അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകജാലക പ്രവേശന സമ്പ്രദായം വഴി അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ നിങ്ങൾ അപേക്ഷ നൽകുകയും ശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ഘട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ ഘട്ടങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾക്ക് +1 അലോട്ട്മെൻറ്റിലേക്കുള്ള പ്രവേശനം ഏകജാലക പ്രവേശന സമ്പ്രദായം വഴി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കുന്നത്. അത് എപ്പോഴാണെന്നുള്ള ചോദ്യത്തിന് ഒരു ജൂൺ ഫസ്റ്റോടു കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ അപേക്ഷയും കാര്യങ്ങളും അഡ്മിഷനും ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇംപ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴാണ്? ഇംപ്രൂവ്മെൻ്റ് എക്സാമും SLCയുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഒരു ജൂണോടു കൂടി തന്നെ ആയിരിക്കും. ടൈം ടേബിളൊക്കെ ജൂണിൽ തന്നെ പ്രസിദ്ധീകരിക്കും. ഒരു ജൂൺ അവസാനത്തോടു കൂടിയൊക്കെയാണ് എല്ലാ വർഷവും തന്നെ ഇംപ്രൂവ്മെൻ്റ് എക്സാം വരുന്നത്. അപ്പോൾ ഒരു ജൂൺ അവസാനത്തോടു കൂടി അതിൻ്റെ എക്സാമും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം. റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ? റിസൾട്ട് കഴിഞ്ഞ വർഷം വന്ന ഡേറ്റ് മെയ് 19 നിങ്ങൾക്കൊരു 15-നും 25-നും ഉള്ളിൽ നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം. SLC വിദ്യാർത്ഥികളുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി എന്ത് ചെയ്യുക, ബാക്ക് അടിച്ച് കണ്ടാൽ മതിയാകും. ഓക്കെ. ഇനി +1 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് +1 വിദ്യാർത്ഥികളുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നിങ്ങളുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ +2വിൻ്റെ പബ്ലിക് എക്സാമിനൊപ്പം ആയിരിക്കും നിങ്ങളുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാം നടക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുന്നത്. നിങ്ങളുടെ +2വിൻ്റെ പബ്ലിക് എക്സാമിനൊപ്പമായിരിക്കും നിങ്ങളുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാം നടക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ മാറ്റം വന്നാൽ അത് സെപ്റ്റംബറിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി തന്നെ വിദ്യാർത്ഥികളിലേക്ക് പാസ് ചെയ്തെത്തിക്കും. അപ്പോൾ റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ? റിസൾട്ട് നിങ്ങൾ മെയിൽ എന്ത് ചെയ്യേണ്ട, പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം കഴിഞ്ഞ വർഷം ജൂലൈ 15 നിങ്ങളുടെ റിസൾട്ട് വന്നത്. കഴിഞ്ഞ വർഷം +1 റിസൾട്ട് ജൂലൈ 15 വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും തന്നെ ജൂൺ ജൂലൈ കാലഘട്ടങ്ങളിലാണ് +1ൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതായാലും തന്നെ ആ ടൈമിൽ എന്ത് ചെയ്താൽ മതി, റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതി. ഒരു ജൂൺ ഓർ ജൂലൈയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. മെയ് മാസത്തിൽ എന്തായാലും തന്നെ +1 റിസൾട്ട് ഉണ്ടാവില്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതിന് കാരണം എന്ന് പറയുന്നത് SLC വിദ്യാർത്ഥികൾക്കും +2 വിദ്യാർത്ഥികളും അഡ്മിഷന് പോകേണ്ടവരാണ്. പക്ഷേ നിങ്ങളെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുന്നവരാണ്, നിങ്ങൾ +2വിലേക്ക് പോകുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് വൈകുന്നത്. ഓക്കെ. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉള്ള മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ ഈ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനെക്കുറിച്ചും റിസൾട്ട് സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഒന്ന് ബാക്ക് അടിച്ച് കണ്ടു നോക്കുക സംശയം മാറാത്തവർ. +2വിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഒരു ജൂണോടുകൂടിയായിരിക്കും നടക്കുക. ജൂണിൽ അതിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ശേഷം ഒരു ജൂൺ അവസാനത്തോടെ അല്ലെങ്കിൽ ജൂലൈ അവസാനത്തോടെ ആയിരിക്കും പരീക്ഷ ഉണ്ടാകുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ? കഴിഞ്ഞ വർഷം മെയ് 25 എന്ത് ചെയ്തത്, +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തത്. ഈ വർഷവും എന്ത് ചെയ്യും, ഒരു 15-നും 25-നും ഉള്ളിലായിട്ട് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതിയാവും. കാരണം എന്താ വെച്ചാൽ പ്രതീക്ഷിച്ചാൽ മതിയാവുന്നല്ല, ഏതാണ്ട് ആ ടൈമിലാണ് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത്, +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും കാരണം വെച്ചാൽ
നേരത്തെ വരുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മുൻ വർഷത്തെ അപേക്ഷിച്ച് വാല്യുവേഷൻ കഴിഞ്ഞു. ടാബുലേഷൻ വർക്കുകൾ ഇന്ന് ഒരാഴ്ചയോളമായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ച ഉൾപ്പെടെ ടാബുലേഷൻ വർക്കുകൾ പ്രവർത്തിച്ചു. ഇലക്ഷൻ്റെ ഒരു ഡേറ്റിൽ മാത്രമേ ടാബുലേഷൻ വർക്കുകൾ ഡിലേ വന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസവും തന്നെ ടാബുലേഷൻ വർക്കുകൾ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ റിസൾട്ട് മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് നേരത്തെ വരാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് എന്തുമാത്രമാണ്? വാല്യുവേഷൻ നേരത്തെ കഴിഞ്ഞു. ടാബുലേഷൻ വർക്കുകൾ ഒരാഴ്ചയോട് ആയി പിന്നിടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിസൾട്ട് നേരത്തെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ SLC +1 +2 സംബന്ധിച്ചുള്ള മുഴുവൻ അറിയിപ്പുകളും വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് +2വിൻ്റെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബാക്ക് അടിച്ച് കണ്ടുകൊള്ളുക. നിങ്ങൾക്കിനി SLCയുടെ മാത്രമാണ്, +2വിൻ്റെ മാത്രമാണ്, +1ൻ്റെ മാത്രമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിനി SLCയുടെ മാത്രമാണ്, +1ൻ്റെ മാത്രമാണ്, +2വിൻ്റെ മാത്രമാണെങ്കിൽ തന്നെ എന്ത് ചെയ്താൽ മതി, ആ ഭാഗം കണ്ടാൽ മതി. ഫുള്ള് കാണണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ എത്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വളരെ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാൻ പറ്റുമായിരിക്കും. ബൈ.